കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൻ്റെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ പിന്നിട്ട് പോവുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മളെ അത്ഭുതമായി നടത്തി. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നൽകി നമ്മളെ നടത്തിയ ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എഹെസ്കേലിൻ്റെ പ്രവചനം 45-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഈ എഹെസ്കേൽ പ്രവചനം അവസാനിക്കുകയാണ്. 2-3 ചാപ്റ്റർ മാത്രമേ ഉള്ളല്ലോ. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ വചന പഠന ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവവചന പഠന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 45-ാം അധ്യായമാണ് പഠിച്ചത്. 45-ാം അധ്യായം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ചീട്ടിട്ട് ദേശത്തെ വിഭാഗിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ 45-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാൻ നാട്ടിലെത്തിയപ്പോൾ ദൈവം അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തിരുന്നു. അതുപോലെ ഇപ്പോൾ വീണ്ടും അവർക്ക് ചീട്ടിട്ട് ഓരോ വിധത്തിൽ അവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, ആദ്യമായി പറയുന്നത്, നിങ്ങൾ ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിൻ്റെ ഒരു വിശുദ്ധാംശം, ആ ദേശത്തിൻ്റെ ഒരു ഭാഗം യഹോവയ്ക്കായി വേർതിരിക്കണമെന്ന് പറഞ്ഞാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. നിങ്ങൾ ഭൂമി വിഭജിക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ അതിലൊരു ഭാഗം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞാരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ ആരംഭം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ അംശം മാറ്റിവെക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഒരു ഭാഗം. അതുകൊണ്ട് അതിനെ വിശുദ്ധമെന്ന് പറയുന്നു, വിശുദ്ധാംശം എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഭൂമി വിഭജിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം യഹോവയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. എന്നിട്ട് അതിനെ വിശുദ്ധ ഭൂമിയായി, വിശുദ്ധ അംശമായി അതിനെ പ്രഖ്യാപിക്കുകയാണ്. നാം ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ജനത്തിന് അതിര് തിരിച്ച് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരെ നടത്തിക്കൊണ്ട് വന്ന ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി, പാർക്കുവാൻ വേണ്ടി ഒരിടം അവിടെ ക്രമീകരിക്കണം. അതിനുശേഷം മാത്രമേ ചീട്ടിട്ട് വിഭജിക്കാൻ പാടുള്ളൂ എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് വസിക്കുവാൻ ഒരിടം ക്രമീകരിക്കുക, എന്നിട്ട് മാത്രമേ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക്, മറ്റുള്ള ഓരോ ഗോത്രത്തിന് ചീട്ടിട്ട് സ്ഥലം വിഭാഗിക്കുവാൻ പാടുള്ളൂ. നമ്മുടെ ദൈവം ഇങ്ങനെ വായിക്കുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ദൈവത്തിന് രാജ്യം അന്വേഷിക്കുക, നീതി അന്വേഷിക്കുക, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ദൈവിക പ്രവർത്തനത്തിൽ മുൻപോട്ട് പോവുക. അങ്ങനെ വരുന്നതാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ എല്ലാവിധമാകുന്ന പ്രവർത്തനത്തിൻ്റെയും ആരംഭം ദൈവത്തിന് കൊടുത്തിട്ട് നമ്മൾ മുൻപോട്ട് പോകണമെന്നാണ് ഈ ഭാഗത്ത് നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം വിശുദ്ധ ജില്ല എന്ന് പറയപ്പെടുന്നതിൽ സേക്രഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം കൊടുക്കുന്നുണ്ട്. അതിന്
25,000 അടി നീളം, മുഴം നീളം, 25,000 അടി വീതിയുള്ള ഒരു വിശുദ്ധ അംശമെന്നാണ് അതിനെ പറയപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും രണ്ടാമത് അതിൻ്റെ അകത്ത് ഒരു 500 മുഴം സമചതുരത്തിൽ സ്ഥലം വേർതിരിക്കണം. അതിന് ചുറ്റും ഒരു 8 അടി അകലത്തിൽ സ്ഥലം വിട്ടിരിക്കണം. എന്നിട്ട് രണ്ടാമത് വീണ്ടും അതിനോട് ചേർന്ന് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള സ്ഥലം വീണ്ടും അത് അളക്കണം. അത് ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി അവരെ താമസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഈ 2,500 സ്ക്വയർ ആയി കിടക്കുന്ന ഒരു സ്ഥലം, അതിന് ചുറ്റും അതിനുള്ളിൽ അതിർത്തി പരിധിക്കുള്ളിൽ വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അകത്ത് 300 മുഴം നീളവും 500 മുഴം നീളവും വീതിയുമുള്ള സ്ഥലം ചുറ്റോട് ചുറ്റും അത് സ്ഥലം മാറ്റണം. അതിന് ചുറ്റോട് ചുറ്റും അല്പസ്ഥലം ഓപ്പണാക്കിയിടണം. അതിനോട് ചേർന്ന് അടുത്തൊരു സ്ഥലം ഉണ്ടാക്കണം. അത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വീണ്ടും വന്നിട്ട് അടുത്ത ഒരു സ്ഥലം കൂടെ പറയുന്നുണ്ട്. അത് ലേവ്യർക്ക് വേണ്ടി മാറ്റി വെക്കണം. അത് 25,000 നീളവും 10,000 മുഴം വീതിയുമുള്ളത് അത് ലേവ്യർക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് പറയുന്ന ആലയം, ഇതിനകത്ത് പറയുന്ന സ്ഥലം, ഇതും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ളതായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ആ സാമ്യത്തെക്കുറിച്ച് ഞാനൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു വിടാനാണ് താല്പര്യപ്പെടുന്നത്. അത് നമ്മുടെ സബ്ജക്റ്റിൽ പെട്ടതല്ലെങ്കിലും ഇതുമായിട്ട് അല്പം സാമ്യമുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഒന്ന് താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ സാമ്യം എന്ന് പറയുമ്പോൾ, യെഹെസ്കേലിൽ കാണുന്ന ആലയം അത് വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഉള്ള സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് നടുവില്ല, മധ്യഭാഗത്താണ് ആലയത്തിൻ്റെ സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. ചുറ്റോട് ചുറ്റും സ്ഥലം വെറുതെ ആക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ ആലയം പണിയുവാൻ വേണ്ടി സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നത് എന്ന് യെഹെസ്കേൽ പ്രവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആലയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലം ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ആ സ്ഥലം ക്രമീകരിച്ചതെന്ന് പറഞ്ഞാൽ അത് ദൈവിക സാന്നിധ്യത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് അത് ദൈവിക സാന്നിധ്യത്തെ കാണിക്കുന്നു. എന്നാൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇത് വരുവാൻ പോകുന്ന ഒരു പുതിയ യെരൂശലേമിനോട് ബന്ധത്തിൽ പറയുന്നതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ യെഹെസ്കേൽ കണ്ട വിശുദ്ധ മന്ദിരവും ഇപ്പോൾ ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല, അതും നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതും യെഹെസ്കേലിൽ പറയുന്ന ആലയവും തമ്മിൽ ഒരല്പ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ചിലതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞു ആലയം ഒത്ത നടുക്കായി ജനത്തിൻ്റെ നടുവിലാണ് ആലയപ്പെടുന്നത്. പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ജനത്തിൻ്റെ നടുവിൽ. ഇവിടെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നത്, ഞാൻ പറയുന്നത് കേട്ടു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അടുത്തത്, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും.
ഇത് വരുവാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഇവിടെയും പറയുമ്പോൾ ദൈവിക സാന്നിധ്യം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നതായിട്ടാണ് ഇവിടെ ഊന്നി പറയുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ തോന്നുന്നു, വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കിയാൽ ജനത്തിൻ്റെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, ജനത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന, ജനത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അല്ലാതെ ജനത്തിൽ നിന്ന് മാറി ദൂരെ എവിടെയോ പോയി പാർക്കുന്ന ഒരു ദൈവത്തെ അല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ജനം എവിടെയുണ്ടോ അവരുടെ നടുവിൽ വസിക്കണമെന്നാണ്. യെഹെസ്കേൽ കാണുമ്പോൾ അങ്ങനെ, വെളിപ്പാടിൽ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. 2025 നമുക്ക് എടുത്തു പറയാൻ കഴിയും, നമ്മുടെ എത്രയെത്ര നിമിഷങ്ങളിൽ നമ്മളോടുകൂടെ വസിച്ച ദൈവ സാന്നിധ്യം, നമ്മുടെ രോഗക്കിടക്കയിൽ, നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, നമ്മുടെ ഏകാന്തതയുടെ സമയങ്ങളിലൊക്കെ നമ്മളോടൊപ്പം വസിച്ച ഒരു ദൈവം 2025 നമ്മളോട് കൂടെ വസിച്ചു എങ്കിൽ, നമ്മുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ, ആ ദൈവം 2026 നമ്മോടൊപ്പം ഇരുന്ന് നമ്മുടെ മധ്യേ വസിച്ച് നമ്മളെ ഭരിച്ച് നടത്തി കൊണ്ടുപോകുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണ്. അതുകൊണ്ട് 2025 നാം ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം, ഏകാന്തതയിൽ പോയ നിമിഷങ്ങൾ കാണും, നിരാശയിൽ പോയ നിമിഷങ്ങൾ കാണും, രോഗത്തിലൂടെ പോയ നിമിഷങ്ങൾ കാണാം, എല്ലാവരും കൈവിട്ടോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ കാണാം. ഇതിൻ്റെ ഒക്കെ നടുവിൽ ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ വസിച്ച്, നമ്മുടെ കൂടാരത്തിൽ നമ്മളോടൊപ്പം പാർത്ത്, നമ്മുടെ മുറിക്കുള്ളിൽ നമ്മളോടൊപ്പം സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച് നമ്മെ നടത്തിയവനായൊരു ദൈവം. ആ ദൈവം 2026 നടത്താൻ ശക്തനാണ്. ഇങ്ങനെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് വഴിമധ്യത്തിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ലോകത്തിൻ്റെ അവസാന നിമിഷം വരെയും ആ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് 2026 ഓർത്തുകൊള്ളണം, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളും ചലഞ്ചസുകളും ജീവിതത്തിൽ ഉണ്ടെങ്കിലും ശരി, ഓർത്തുകൊള്ളണം, കൈവിടാത്തൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം ചെങ്കടൽ കിടക്കുമ്പോഴും ചെങ്കടൽ നടുവിലും യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴും യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വെള്ളമില്ലാതെ വരണ്ടപ്പോഴും യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ നിമിഷങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പായി വിളിച്ചു പറയട്ടെ, ഈ ദൈവം താൻ അവരോട് കൂടെ ഇരിക്കും എന്നിവിടെ പറയുന്നു. ദൈവം താൻ അവരോട് കൂടെ ഇരിക്കും. നമുക്ക് വിശ്വസിക്കാം, ഈ ദൈവം 2026 എന്നോടൊപ്പം ഇരുന്ന് എന്നെ വഴി നടത്തും, എൻ്റെ കുടുംബത്തെ നടത്തും, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തും എന്ന് നമുക്ക് ഈ രാത്രിയിൽ ആത്മാർത്ഥ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വാക്തത്വമാണത്. വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാർ വിവിധ ഇടങ്ങളിൽ പോയപ്പോൾ, മീൻ പിടുത്തത്തിൽ ഏർപ്പെട്ടപ്പോൾ, കാറ്റ് പ്രതികൂലമായി വന്നപ്പോൾ, ഒന്നും കിട്ടാതെ വന്നപ്പോഴൊക്കെ കർത്താവ് അരികിൽ ചെല്ലുന്നതായി കണ്ടിട്ടുണ്ട്. അരികിൽ ചെന്നു അവരെ നിറച്ചു വിട്ടതായി കാണുന്നു. അവരെ ശൂന്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നിറച്ചു വിടുന്നുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയനായിരുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ കിടക്കുമ്പോഴും ആ ദൈവസാന്നിധ്യം അവിടേക്ക് ഇറങ്ങിച്ചെന്നതായി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൈവസാന്നിധ്യം നമ്മോടൊപ്പം വസിക്കും, നമ്മെ നടത്തുമെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. മറ്റൊന്ന്, യെഹെസ്കേൽ കണ്ടതിൻ്റെ അകത്ത് കണ്ടത് ദേശം വിശുദ്ധ മന്ദിരമായിരിക്കും,
അത് വിശുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് വായിക്കുന്നുണ്ട്. വിശുദ്ധമായിരിക്കും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം അത് വിശുദ്ധമാണ്, അത് അശുദ്ധമല്ല. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 15 മുതൽ 17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിൽ എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിതിനകത്ത് എസ്കേലിന്റെ പുസ്തകം വായിച്ചു നോക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് അളവുകൾ പറയുന്നുണ്ട്. ഇത്ര മുഴം നീളം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി അളവുകൾ ഓരോന്നും തരം തിരിച്ച് പറയുന്നുണ്ട്. ഇനി ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും ആ സ്ഥലത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഘടന, ഇതെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനെത്ര മുഴം നീളം വേണമെന്നൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അളവുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ക്രമീകരണമാകുന്ന നിലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വല്ല പൂർണ്ണതയോടെ, ഒരു ദൈവിക രൂപകൽപ്പനയോടെ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ ആർക്കിടെക്ട് പോലെ അത് വളരെയധികം നന്നായി അത് ചെയ്തതായി കാണപ്പെടുന്നുണ്ട്. എഗസ്കേൽ നോക്കിയാലും വെളിപ്പാട് പുസ്തകം നോക്കിയാലും പണിയപ്പെടുവാൻ പോകുന്ന ആലയമായാലും കൊള്ളാം, പുതിയ യെരൂശലേമായാലും കൊള്ളാം, അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ അളവുകൾ ആ നിലയിലാക്കി വെച്ചിട്ടുണ്ട്. അത്രമാത്രം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്, ഒരു നല്ല ആർക്കിടെക്ചർ ചെയ്തതുപോലെ. ഇവിടുത്തെ ആർക്കിടെക്ചർ ഇവിടുത്തെ ഒരു പാസ്റ്ററുമല്ല, ഒരു വിശ്വാസിയുമല്ല, പിന്നെ ദൈവം തന്നെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. ഇതെല്ലാം നന്നായി രൂപകൽപ്പന ചെയ്ത് കൊടുത്തത് യഹോവയായ ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ സിസ്റ്റമാറ്റിക്കായിരിക്കുന്ന വളരെ ക്രമീകൃതമാകുന്ന പദ്ധതികൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന ഓരോന്നും അത് അലങ്കോലമായി ലോകം നോക്കിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ദൈവം ആഗ്രഹിച്ചിരുന്ന, ചിന്തിച്ചിരുന്ന, പ്ലാൻ ചെയ്യുന്ന നിലയിലേക്കാണ് ലോകവും അതെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു വൻ നഗരം എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുന്നു, ഇതിന് ശില്പി യഹോവയായ ദൈവമാണ്, ഇതിന് അടിസ്ഥാനം ഇടുന്ന യഹോവയായ ദൈവമാണ്. ദൈവത്തിൻ്റെ മനോമുഖരത്തിലൂടെ ഉരുത്തിരിഞ്ഞ ആശയപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ യെരൂശലേം. ആമീൻ. ദൈവം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും വിശ്വാസത്താൽ അവർ കാത്തിരുന്ന പട്ടണത്തെക്കുറിച്ച് പറയുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമാകുന്ന ഒരു വൻ നഗരത്തിനായി അവർ കാത്തിരുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ആമേൻ, ദൈവം ഇട്ട ദൈവത്തിൻ്റെ സിസ്റ്റം, ദൈവത്തിൻ്റെ ക്രമീകൃതമാകുന്ന പദ്ധതി, അതിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
പഴയ ഭക്തന്മാരായിരുന്ന അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും ദൈവം ആർക്കിടെക്ചറായി പ്രവർത്തിക്കുന്ന ഒരു വൻ നഗരത്തിനായി കാത്തിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. ഇതിനെല്ലാം അടിസ്ഥാനമിട്ടിരിക്കുന്നതും ശില്പിയായി പ്രവർത്തിക്കുന്നതും യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. നമുക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാരാകുന്ന അബ്രഹാം ഇസഹാക്കും യാക്കോബും വിശ്വാസത്താൽ കണ്ടതുപോലെ ഓരോ ദിവസം ഇങ്ങനെ കാണാം. ദൈവം അടിസ്ഥാനമിട്ടതും ശില്പിയായി നിർമ്മിച്ചതുമായ ഒരു വൻ നഗരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ദർശിച്ചുകൊണ്ട്, അവിടേക്ക് നമ്മുടെ കണ്ണുകൾ ദൂരത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര തുടരുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്ത് താഴെ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമാണ്. ദൈവത്തിന് സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന, ദൈവം തന്നെ അടിസ്ഥാനമിട്ട് ദൈവം തന്നെ ശില്പിയായി പണിതെടുക്കുന്ന ഒരു വൻ നഗരമുണ്ട്. ആ നഗരത്തിൽ പ്രവേശിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി അടുത്തത്, അതിന് മൂന്നാമത്തെ ഒരു സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്, അവിടെ വായിക്കുന്നു, ദൈവത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കുമെല്ലാം പ്രത്യേകമാകുന്ന നിലയിൽ സ്ഥലം വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയം ഇന്നടത്ത് വെക്കണം, അതിനോട് ചേർന്ന് അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി മാറ്റിവെക്കണം, അതിനോട് ചേർന്ന് ലേവ്യർക്ക് മാറ്റിവെക്കണം, പിന്നീട് വിശ്വാസികൾക്ക് ഇസ്രായേലിർക്ക് മാറ്റിവെക്കണം. ഇങ്ങനെ വളരെ ക്രമീകരണമാകുന്ന നിലയിൽ അവിടെ വേർതിരിച്ച് വിശുദ്ധമായി വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് അവിടെ വരുമ്പോൾ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ലേവി പൗരോഹിത്യത്തിനാണ് പ്രാതിനിധ്യം. ലേവി പൗരോഹിത്യത്തിലെ സാദോക്കിൻ്റെ പുത്രന്മാരാകുന്ന ലേവി പൗരോഹിത്യം അവർക്ക് ആലയത്തോട് ചേർന്ന് വസിക്കാം. അതിനുശേഷം ലേവ്യർക്ക്, അതിനുശേഷം മാത്രമേ സാധാരണ ഇസ്രായേലിന് താമസിക്കുവാനൊക്കത്തുള്ളൂ. എന്നാൽ ഒരു സാമ്യമുള്ളത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കാം. ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ല. അവിടെ നോക്കണം, ദൈവത്തിൻ്റെ ആലയവും ലേവ്യരും പുരോഹിതന്മാരും താമസിക്കുന്ന ബൗണ്ടറി മുഴുവൻ വിശുദ്ധമാണ്, ദൈവത്തിന് വേർതിരിക്കപ്പെട്ടതാണ്. അതിൻ്റെ അകത്തൊരശുദ്ധിയും പാടില്ല. എന്നതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്നു, അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അശുദ്ധമായി ജീവിക്കുന്ന, വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന ഒരുത്തനും അതിൻ്റെ അകത്ത് പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, നാം രക്ഷിക്കപ്പെട്ടാലും ശരി, സ്നാനപ്പെട്ടാലും ശരി, ദൈവം വായിച്ചാലും ശരി, എന്ത് ക്രിസ്തീയ പേരായിരുന്നാലും ശരി, നമ്മൾ വിശുദ്ധിയോട് ജീവിച്ചില്ല എങ്കിൽ നമ്മൾക്കൊരിക്കലും ആ പുതിയ യെരൂശലേമിൽ കടക്കുവാൻ കഴിയത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഒരശുദ്ധിയും ഇതൊന്നും അതിൻ്റെ അകത്ത് പ്രവേശിക്കത്തില്ല. അത്രമാത്രം അത് സേഫാണ്. പഴയ നിയമത്തിൽ യെഹെസ്കേലിനെ കാണിച്ച ആലയം, അവിടെ വായിക്കുന്ന അതിന് പരിധിക്കുള്ളിലെല്ലാം വിശുദ്ധമായിരിക്കണം എന്നതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന വെളിപ്പാട് കാണുന്ന അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഒരശുദ്ധനും അതിൻ്റെ അകത്ത് കടക്കില്ല, അത് വിശുദ്ധമാണ്. ദൈവം തന്നെ വിശുദ്ധമായി വേർതിരിക്കപ്പെട്ട സ്ഥലമായി നമുക്കതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു, ഒത്ത നടുക്കാണ് വിശുദ്ധ മന്ദിരം പണിയേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ മന്ദിരത്തെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ആ വിശുദ്ധ മന്ദിരം പണിയുന്നത് ഒത്ത നടുക്കായിരിക്കും.
അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ദൈവം തന്നെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നു. അപ്പോൾ രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ജനത്തോടുള്ള കൂട്ടായ്മ, ജനത്തോടുള്ള കരുതൽ, അവരുമായിട്ടുള്ള ബന്ധത്തെ വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി മറ്റത് വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിയുകയുണ്ടായി. ഇനിയും ആലയത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഇവിടെ വായിക്കുന്ന യെഹെസ്കേൽ കണ്ടത് ഒരു ഭൗതികമാകുന്ന ആലയത്തെക്കുറിച്ച് പറയുന്നത്, അക്ഷരിക ആലയത്തെക്കുറിച്ച് പറയുന്നത്. യെഹെസ്കേൽ കണ്ട കാഴ്ച. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു അക്ഷരിക ആലയത്തെക്കുറിച്ചല്ല അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ ഒരു അക്ഷരികമായി പറഞ്ഞ് സിംബോളിക്കായി പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 21-ന്റെ 22-ാമത്തെ വാക്യം. അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ഓക്കെ, യെഹെസ്കേൽ കണ്ടത് അക്ഷരികമാകുന്ന ഒരു ആലയം കണ്ടു. ആലയത്തിൽ പണിക്ക് വേണ്ടി സ്ഥലം വേർതിരിക്കാൻ പറഞ്ഞു. അത് അക്ഷരികമായി കാണുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്ന അവിടെ ഒരു മന്ദിരവും കണ്ടില്ല. പിന്നെ കണ്ടതാരെയാ? സർവശക്തിയുള്ള ദൈവവും കർത്താവുമായ കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഒരാലയവും കണ്ടില്ല. കാരണം അതിൻ്റെ ആലയം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമായ കർത്താവും കുഞ്ഞാടുമാണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ പഴയ നിയമത്തിൽ യെഹെസ്കേൽ പറയുന്ന ആലയം പ്രതിച്ഛായയാകുന്ന ദൈവം തന്നെ ആലയമായിരിക്കുന്ന ഒരു സമയത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നതാണ്. യെഹെസ്കേൽ കണ്ടത് അക്ഷരികമാണെങ്കിലും അത് സിംബോളിക്കാണെന്ന് വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നു. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് ആ ദേവാലയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്താം. യെഹെസ്കേലിൽ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിനും പുരോഹിതന്മാർക്കും സ്ഥലം വേർതിരിച്ചു പറയുന്നുണ്ട്. ഭൂമി അവകാശമായി ചീട്ടിട്ട് വിഭജിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ആദ്യം പുരോഹിതന്മാർക്ക്, പിന്നെ ലേവ്യർക്ക്, പിന്നെ ഇസ്രായേലിനും മുഴുവനുമായിട്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 21-7 എന്ന് വായിച്ച്. 21-7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ പറയുമ്പോൾ ഒരു കാറ്റഗറി തിരിച്ചല്ല പറയുന്നത്. അവകാശം ദൈവസന്നിധിയിലെ നിത്യജീവനാണ്. ആരെല്ലാം അവനെ അക്ഷയമായി സ്നേഹിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അതിനകത്ത് അവകാശമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഭൗതികമാകുന്ന ആ ചിന്തയിൽ നിന്നും നിത്യരാജ്യത്തിലേക്കുള്ള ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലേക്കുള്ള ആ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് ഞാൻ ഈ രാത്രി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്. അപ്പോൾ യെഹെസ്കേൽ കണ്ടത് അക്ഷരികമാകുന്ന ഒരാലയമാണെങ്കിലും അത് സിംബോളിക്കായി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതീകമായി കാണാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകത്തിനെക്കുറിച്ച് കുറേ കൂടെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ ഭാഗം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. രണ്ട്, അവൻ ആ ഒരശുദ്ധനും അതിൻ്റെ അകത്ത് കിടക്കുകയില്ല. മൂന്ന്, പഴയ കാലഘട്ടത്തിൽ ലേവി പൗരോഹിത്യത്തിന് മാത്രം അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് മാത്രം അതിനകത്ത് പ്രവേശിക്കാമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിന്താഗതി മാറി. ഒരു ഗോത്രമെന്ന് മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ പുരോഹിതന്മാരായി തീരുവാൻ സാധിച്ചു. അവർക്കുമെല്ലാം ഇത് അവകാശപ്പെട്ടതാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരു വേദഭാഗം വായിച്ച് ഈ രാത്രി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ 45-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
പാർശ്വത്തിൽ നഗരസ്ഥമായി 5000 മുഴം വീതിയും 25000 മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം. അത് ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം. വായിക്കുന്നു, അതിന് മുൻപുള്ള വാക്യങ്ങളിൽ പുരോഹിതന്മാർക്ക് വേണ്ടി സ്ഥലം മാറ്റിവെച്ചു, അതിനുശേഷം ലേവ്യർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ വന്നപ്പോൾ നഗരത്തിന്റെ സ്വത്തിനെ കുറിച്ച് പറയാണ്. യെരൂശലേം നഗരത്തിന് ഒരു നിശ്ചിത ഭാഗമുണ്ടായിരിക്കും. അത് മുഴുവൻ ഇസ്രായേൽ ഭവനത്തിൻ്റെയും അവകാശമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യെരൂശലേം തന്നെ ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിൻ്റെ അല്ല, മുഴുവൻ ഇസ്രായേലിൻ്റെയും അവകാശമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ഭൂമി വേർതിരിച്ച് കൊടുത്തെങ്കിലും ഏറ്റവും അടുത്ത് വസിക്കുന്നത് സാദോക്കിൻ്റെ പുത്രന്മാർപ്പെട്ട പുരോഹിത കുടുംബത്തിൽപ്പെട്ടവർ, അതിനുശേഷം ലേവ്യർ, പിന്നീടാണ് സകല ഇസ്രായേലിന് വേണ്ടിയും ആ സ്ഥലം മാറ്റിവെക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോയാൽ നമ്മൾ പറയുന്ന സമയത്ത് നിർത്തുവാൻ കഴിയത്തില്ല. നമുക്ക് ഇത്രത്തോളം ദൈവത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കട്ടെ. ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമിട്ടതുമായ ഒരു വൻ നഗരത്തിനായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാത്തിരുന്ന പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് വാഞ്ചയും ആഗ്രഹവും അതായിരിക്കട്ടെ. ഒരുപക്ഷെ അവിടേക്കുള്ള യാത്ര 2026 എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ശരി, അത് വേഗം സംഭവിക്കും. നാം ഇവിടുന്ന് പറന്നു പോകും എന്ന വചനത്തിൽ വായിക്കുന്ന പോലെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നാം ഇവിടുന്ന് പോകുമെന്നാണല്ലോ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നോട്ടം മുഴുവൻ അതിൻ്റെ പണി പൂർത്തീകരിച്ചോ, എനിക്ക് അവിടെ എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കട്ടെ, നമ്മുടെ പാതകളെ നേരെയാക്കട്ടെ. ദൈവം നമ്മുടെ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് ദൈവം നമ്മെ ജയത്തോടെ നടത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2025 കൂടെ ഇരുന്നവനായ ദൈവം, നമുക്ക് ബുദ്ധി പറഞ്ഞ ദൈവം 2026 കൂടെ ഇരുന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നമ്മളെ ബലപ്പെടുത്തി ജയത്തോടെ നടത്തട്ടെ എന്നുള്ള എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.